നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാനും ജീവനും സുധീർണനും കൂടി നേരെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി എത്തി. സുധീർണൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് വന്നത്. കാരണം ഈ അമ്പലത്തിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് എറണാകുളത്ത് ഏതൊരു മീറ്റിംഗ് ഉണ്ട്, അദ്ദേഹത്തിന് പോകണം. അതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് വണ്ടിയായിട്ട് വന്നത്. ഞാനും ജീവനും നേരെ ക്ഷേത്രത്തിലേക്ക് എത്തി. ആദ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കണം. അവിടെ എല്ലാം ഗ്രൗണ്ട് മൊത്തം ഫുള്ളായിരുന്നു. ഭാഗ്യത്തിന് തൊട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറച്ച് സ്ഥലം കിട്ടി. ഇന്ന് ക്ഷേത്രത്തിൽ അത്യാവശ്യമല്ല, നല്ല തിരക്കായിരുന്നു. കാരണം മണ്ഡലക്കാലമല്ലേ, അതുപോലെ ധാരാളം അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ദർശനം നടത്താനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിൽക്കുമ്പോൾ മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെയാണ്. ഒരു പ്രത്യേക രസമാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോഴും നീണ്ട ക്യൂ ആണ് കേട്ടോ. ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം സുധീർണൻ മീറ്റിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് പോയി. ഞാനും ജീവനും നേരെ കീഴ്ക്കാവിലേക്കാണ് അടുത്ത ദർശനം. അത് ഈ ക്ഷേത്രത്തിന് തൊട്ട് താഴെ തന്നെയാണ്. ഞങ്ങൾ അവിടേക്ക് പോയി. ഈ പോകുന്ന വഴിയിൽ നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണുന്ന കുറേ അമ്മമാരെയൊക്കെ കണ്ടു. അവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ സന്തോഷമായി. ഒരു ആനയെ കണ്ടു. ആനയോടൊപ്പം ഒപ്പമല്ല, തൊട്ടടുത്ത് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. ഞാനും ജീവനും എടുത്തു. അതിനുശേഷം കീഴ്ക്കാവിലേക്കുള്ള ദർശനത്തിന് വേണ്ടി പോയി. അവിടെയും നല്ല തിരക്കായിരുന്നു. പക്ഷേ നല്ലപോലെ ഒരു ദർശനം നമുക്ക് കിട്ടി. പ്രസാദമൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ച് മെയിൻ അമ്പലത്തിലേക്ക് വരികയാണ്. ഈ പോയ വഴിക്കൊക്കെ നമ്മുടെ പ്രോഗ്രാം കാണുന്ന കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ പ്രോഗ്രാമിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ. ഇന്ന് കാർത്തിക ദിവസമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചുകൂടി തിരക്കെന്നാണ് ഇവിടെ പറഞ്ഞത്. നേരെ മെയിൻ ക്ഷേത്രത്തിലെത്തി. അവിടെ നിന്ന് നേരെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു നീണ്ട ക്യൂ കണ്ടു. കാരണം എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്. അന്നദാന മണ്ഡപം തുറന്നിട്ടില്ല. അത് ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആണ് ഇപ്പോൾ അവിടെ എല്ലാം നിൽക്കുന്നത്. ഞാനും ജീവനും നേരെ വണ്ടിയുടെ അടുത്തേക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാരെ അവിടെ വെച്ച് കണ്ടു കേട്ടോ. ഇപ്പം കുറേ സ്വാമിമാരെ കണ്ടു. മലപ്പുറത്തുള്ള സ്വാമിമാരാണ്. അവർ ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ്. ഇവിടെ തൊഴുതിന് ശേഷം ആണ് അവർ മലയിലേക്ക് പോകുന്നത്. അപ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഒരു തിരുവൂരാണ് മലപ്പുറത്ത്. ഫോട്ടോ എടുത്ത് അവർ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരാണ്. അവരോടൊപ്പം ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം അല്പസമയം ചിലവഴിച്ചു. തിരിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. ഇന്ന് ഫ്ലാറ്റിൽ പോയിട്ട് ഇന്ന് ഫുഡെല്ലാം ഫ്ലാറ്റിൽ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് കുറേ സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം.